ഗൈസ്, ഇപ്പം ഞാൻ ഇന്ന് വന്നേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കുഞ്ഞ് അൺബോക്സിങ്ങിനാണെന്ന് ഞാൻ പറയൂല. കാരണം നമ്മൾ ഇന്ന് വന്നേക്കുന്ന ഒരു ബിഗ് അൺബോക്സിങ്ങിന് തന്നെയാണ്. അപ്പം എന്താണ് ഐറ്റം എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം കാണും, ബട്ട് ഞാൻ ഇപ്പോൾ പറയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാനല്ല അൺബോക്സ് ചെയ്യുന്നത് കേട്ടോ. അത് അത്രയ്ക്കും വലിയൊരു സംഭവമാണ്. അത് ഞാൻ അപ്പോൾ പറയാം. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അപ്പുറത്തുള്ള ബെല്ലേക്ക് അടിച്ചും കളയുക. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ഐറ്റം ഇവിടെ എത്തിയിട്ടുണ്ട്. ബട്ട് ഐറ്റം അൺബോക്സ് ചെയ്യാനുള്ള ആൾക്കാർ ഇവിടെ എത്തിയിട്ടില്ല. അപ്പം നിങ്ങൾക്കത് ഊഹിക്കാം, എന്തൊക്കെയാണെന്ന് ഊഹിക്കാം. അപ്പം നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യാൻ വേണമെങ്കിൽ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് തന്നെയാണോ എന്നൊക്കെ ഞാൻ പറയാം. അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മുടെ ഈ ഒരു ബിഗ് അൺബോക്സിങ്ങിൽ തന്നെ നമ്മുടെ ഫാമിലി ഫുൾ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ എക്സൈറ്റഡ് ആണ് കാണാൻ. അപ്പം നമുക്ക് എന്തായാലും കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഗൈസ്, സമയം ഇപ്പം 6:30 ആയിട്ടുണ്ട്. അപ്പം ഞാൻ രാവിലെയാണ് ഇൻട്രോ എടുത്ത് വെച്ചത്. വലിയ ബിഗ് അൺബോക്സിങ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എടുത്ത് വെച്ചത്. ഒരു 10 മണി ആ ഒരു സമയത്തായിരിക്കും ഞാൻ ഇൻട്രോ എടുത്ത് വെച്ചത്. ഇപ്പം സമയം 6:30 ആയി. അപ്പം ഞാൻ വിചാരിച്ചു അൺബോക്സ് ചെയ്യുന്ന ആൾ വന്നിട്ടില്ല. അന്നേരം ഞാൻ പറഞ്ഞു നമുക്ക് അൺബോക്സ് ചെയ്യാൻ പറ്റുന്ന ഐറ്റമല്ല. ഞാൻ എന്നും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഞാൻ അൺബോക്സ് ചെയ്യുന്ന അങ്ങനെ ഒരു വീഡിയോ അല്ലേ ഇടുന്നത്. അപ്പം ഇതെന്ന് പറയുന്നത് എന്താ, നമുക്ക് അൺബോക്സ് ചെയ്യാൻ പറ്റുന്ന ഐറ്റമല്ല. ഇത് ഒരു ആൾക്കാരൊക്കെ വന്നിട്ട് അങ്ങനെ നമ്മൾ ടെക്നീഷ്യനെ വിളിച്ച് അങ്ങനെ അൺബോക്സ് ചെയ്യുന്ന സംഭവമാണ്. അപ്പം ഞാൻ എന്തായാലും കാണിച്ചു തരാം. നമ്മളെ ഐറ്റം ഇപ്പം അൺബോക്സ് ചെയ്യാൻ ആൾക്കാർ വന്നിട്ടില്ല. ഞാനിപ്പം ഐറ്റം ഒന്ന് കാണിച്ചു തരാം. അൺബോക്സ് ചെയ്തിട്ടില്ല, പക്ഷേ അതിൻ്റെ ഫേസ് ബോർഡിൻ്റെ ഫ്രണ്ടിൽ ഒരു പിക്ചറുണ്ട്. അപ്പോൾ അത് കാണുമ്പോഴേ മനസ്സിലായി എന്ത് ഐറ്റം എന്ന്. അപ്പോൾ എനിക്ക് വയ്യ ഇങ്ങനെ പറയാതിരിക്കാൻ. അപ്പം ഞാൻ വിചാരിച്ചൊന്ന് കാണിച്ചു തന്നേക്കാം. അപ്പം നമുക്കെന്തായാലും കാണാം. അപ്പോൾ ഗൈസ്, നമുക്കൊന്ന് കണ്ടാലോ. അപ്പം ഇതാണ് ഗൈസ്, ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ ഈ ഒരു പിക്ക് ഉണ്ടെന്നാണ്. അപ്പോൾ ഇത് കണ്ടാലും മനസ്സിലാവും, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതാണ് ഞാൻ അൺബോക്സ് ചെയ്തിട്ടില്ല. ഞാൻ എന്തായാലും ഒരു ഫുള്ളായിട്ട് കാണിച്ചു തരാം. ഇതേ ഗൈസ്, ഇതാണ് നമ്മുടെ സംഭവം. അപ്പോൾ ഇവിടെ സംസാരിക്കുന്ന വേറെ ആരുമല്ല, ഈ ഒരു പേഴ്സണാണ്. ഹലോ, ഹായ്. ഇതാണ് നമ്മുടെ സംഭവം. TV സോണിയുടെ TV ആണ് കേട്ടോ. അതെ. അപ്പോൾ എന്തായാലും നമുക്കിനി അൺബോക്സ് ചെയ്യുമ്പോൾ കാണാം. ഇത്രയും നേരം എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു, പിന്നെ ഞാൻ വിചാരിച്ചു ഇപ്പം അങ്ങ് പറഞ്ഞേക്കാമെന്ന്. ഞാൻ വെച്ചാൽ പിന്നെ അവർ അൺബോക്സ് ചെയ്യുമ്പോൾ മാത്രം കാണിച്ചാൽ മതി. പിന്നെ ഇപ്പം വെച്ച് കാണിക്കാതെ ഗൈസ്. നമ്മളിപ്പം മേടിക്കാൻ കാരണം എന്താ വെച്ചാൽ വെക്കേഷനൊക്കെ അല്ല. അതുപോലെ ഇവിടെ ഇരുന്ന TV ഇതാണ്. അപ്പോൾ ഇത് ഡാമേജ് ആയപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ മേടിച്ചൊരു സംഭവം. അങ്ങനെ പ്ലാൻ ഒന്നും ചെയ്യാൻ പെട്ടെന്ന് പോയി മേടിച്ചൊരു സംഭവമാണ്. എന്തായാലും വെക്കേഷനൊക്കെ ആകുമ്പോൾ നമുക്ക് TV ഒക്കെ കാണണമല്ലോ. ഇത് ഡാമേജ് ആയതുകൊണ്ടാണ് നമ്മൾ പുതിയൊരു ഐറ്റം മേടിച്ചത്. ഇതാണ് നമ്മൾ മേടിച്ചത്. അപ്പം ഇനി എന്തായാലും നമുക്ക് അൺബോക്സ് ചെയ്യുമ്പോൾ കാണാം. ഞാൻ എന്തായാലും നിങ്ങളെ ഐറ്റം കാണിച്ചത്. അപ്പം നമുക്കിനി അൺബോക്സ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പം ഐ ആം വെയിറ്റിംഗ് ഗൈസ്. അപ്പം നിങ്ങളും വെയിറ്റിംഗ് എന്നറിയാം. അപ്പം നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഫൈനലി ആൾ വന്നിട്ടുണ്ട്. അപ്പം ആദ്യം ഈ TV എടുത്ത് മാറ്റണം, എന്നിട്ടാണ് നമുക്ക് അൺബോക്സ് ചെയ്യാം. അങ്ങനെ നമ്മൾ മറ്റേ TV എടുത്ത് മാറ്റുന്നത്. ഹായ് ഗൈസ്, പറ. നമ്മുടെ TVയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ. അപ്പോൾ ഗൈസ്, നമ്മൾ അൺബോക്സ് ചെയ്യാണ് ഗൈസ്. ഇവിടെ എല്ലാം അലങ്കോലമായി കിടക്കണം, അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണ്ട.
യെസ് ഗൈസ്, ഇനി നമുക്ക് ഈ സംഭവം കൂടെ എടുത്താൽ മതി ഗൈസ്. യെസ് ഗൈസ്, അപ്പോൾ നമ്മൾ ഒഫീഷ്യലി നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകണം. ഇനി നമുക്ക് ആ ഒരു ഇതും കൂടെ മാറ്റിയാൽ മതി. നമുക്ക് ഫിറ്റ് ചെയ്യുന്ന കാണാം. അപ്പം ഞാൻ കാണിച്ചു നമ്മുടെ പുതിയത്, നമ്മുടെ പഴയത്. ഹായ് ഹായ് നമ്മുടെ ടി വി അൺബോക്സിങ് കഴിഞ്ഞിരിക്കുമ്പോൾ നമ്മൾ ഒഫീഷ്യലിയാണ് നമ്മുടെ ടി വി അൺബോക്സ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ പഴയ ടി വിയേക്കാളും നല്ല ഡിഫറൻസ് ഉണ്ട് ആ ടി വിക്ക്. നമ്മൾ വിചാരിച്ചു എന്തെങ്കിലും മേടിക്കുമല്ലോ, ഇപ്പോൾ കുറച്ച് നല്ല വലിയത് മേടിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് അത്രയുള്ള മേടിച്ചത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഓണാക്കിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ ടി വി ഒഫീഷ്യലായിട്ട് ഓണാക്കിയിട്ടുണ്ട്. അൺബോക്സിങ് ഒക്കെ കഴിഞ്ഞ് ഓണാക്കിയിട്ടുണ്ട്. Yes, guys. Yay. Guys, അങ്ങനെ നമ്മുടെ ടി വി എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. Hey Google, Masha and the bear. Yes guys, വന്നു guys. അപ്പോൾ guys, ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ ബിഗ് അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ അപ്പുറത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു കളയാനും മറക്കല്ലേ.